നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAEക്കും സൗദിക്ക് പിന്നാലെ ദീർഘകാല റെസിഡൻസി വിസ അനുവദിക്കുന്നത് കുവൈത്തിന്റെ പരിഗണനയിൽ. ഏകദേശം 10 മുതൽ 15 വർഷത്തേക്കുള്ള റെസിഡൻസി വിസ അനുവദിക്കുന്നത് പരിഗണനയിലാണ്. UAE ഗോൾഡൻ വിസ, സൗദി പ്രീമിയം റെസിഡൻസി എന്നീ മാതൃകയിലാണ് കുവൈറ്റ് പുതിയ ദീർഘകാല റെസിഡൻസി വിസ പരിഗണിക്കുന്നത്. രാജ്യത്തേക്ക് നിക്ഷേപകരെയും വിദഗ്ധരെയും ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നീക്കം. അടുത്തിടെ 60 വർഷമായി രാജ്യത്ത് നിലനിന്നു പോന്നിരുന്ന റെസിഡൻസി നിയമം കുവൈറ്റ് പൊളിച്ചെഴുതിയിരുന്നു. ഈ പരിഷ്കരിച്ച വിസ നിയമത്തിൽ തന്നെയാണ് ഇത് സംബന്ധിച്ച് സൂചനയുള്ളത്. പുതിയ നിയമങ്ങൾ ഉടൻ തന്നെ കുവൈറ്റിന്റെ വിസ വെബ്സൈറ്റുകളിൽ ലഭ്യമാകുമെന്ന് റെസിഡൻസി ആൻഡ് സിറ്റിസൺഷിപ്പ് ജനറൽ അലി അൽ അദ്വാനി അറിയിച്ചിരുന്നു. വിദേശികളുടെ കുടുംബത്തെ കൊണ്ടുവരാനുള്ള കുടുംബ സന്ദർശക വിസയുടെ കാലാവധി 3 മാസമാക്കി വർദ്ധിപ്പിച്ചത് മലയാളികൾ അടക്കമുള്ളവർക്ക് ഗുണകരമായി. മാസം 400 ദിനാർ ശമ്പളമുള്ളവർക്ക് ഭാര്യയും മക്കളെയും കൊണ്ടുവരാം. എന്നാൽ ബന്ധുക്കളെ കൊണ്ടുവരാൻ 800 ദിനാറാണ് ശമ്പള പരിധി. കുടുംബ സന്ദർശക വിസ ഫീസ് 10 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട്. നിലവിൽ GCC രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസായ 3 ദിനാറാണ് കുവൈറ്റ് ഈടാക്കുന്നത്. വിസ കാലാവധി ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. നിയമലംഘനം ഉണ്ടായാൽ സഫ്ൽ ആപ്ലിക്കേഷൻ വഴി അറിയിപ്പ് നൽകും. തുടർന്ന് നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം നിയമ നടപടികൾ സ്വീകരിക്കും. അതേസമയം കുവൈറ്റിൽ അനധികൃത താമസക്കാരെ കണ്ടെത്തി പിടികൂടുന്നതിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുമായുള്ള സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയ അധികൃതർ വിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് നിശ്ചിത തുക പിഴ അടച്ച് രാജ്യത്ത് തുടരുകയോ പിഴ അടയ്ക്കാതെ രാജ്യം വിടുകയോ ചെയ്യുന്നതിനുള്ള അവസരം നൽകിയ പൊതുമാപ്പ് കാലാവധി കഴിഞ്ഞ ശേഷം അനധികൃത പ്രവാസികളെ കണ്ടെത്തുന്നതിനായുള്ള പരിശോധനകൾ കുവൈറ്റ് ഊർജിതമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് അനധികൃത താമസക്കാരെയാണ് പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തത്. ഇവരെ നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം നാട് കടത്തുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുകയാണ്. ഇവർക്ക് വീണ്ടും കുവൈറ്റിൽ പ്രവേശിക്കുന്നതിന് വിലക്കോടെയായിരിക്കും നാട് കടത്തുക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ഗവർണറേറ്റുകളിലും നടത്തുന്ന സമഗ്ര സുരക്ഷാ ക്യാമ്പയിനുകളുടെ ഭാഗമായി സാൽമിയയിലും ഇന്നലെ പരിശോധനകൾ നടന്നു. പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സബാഗിന്റെ സാന്നിധ്യത്തിലും നേരിട്ടുള്ള മേൽനോട്ടത്തിലുമായിരുന്നു സാൽമിയയിലെ സുരക്ഷാ പരിശോധനകൾ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡുകൾക്ക് ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസഫ് അൽ ഗുദ, പ്രത്യേക സുരക്ഷാ കാര്യങ്ങളുടെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുള്ള സഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. വീടുകൾക്കകത്തും മറ്റും പരിശോധന നടത്തുന്നതിനായി വനിതാ പോലീസുകാരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നതായി അധികൃതർ അറിയിച്ചു. രാത്രി നടത്തിയ പരിശോധനകളിൽ 2763 ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തി ടിക്കറ്റുകൾ നൽകിയതായി ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അറിയിച്ചു. 30 പുരുഷന്മാരും 28 സ്ത്രീകളും ഉൾപ്പെടെ 58 പേരെ അറസ്റ്റ് ചെയ്യുകയും 10 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇവരിൽ പലരും വിവിധ കേസുകളിലും മറ്റും പോലീസിന് പിടികൊടുക്കാതെ ഒളിച്ചു താമസിക്കുന്നവരായിരുന്നു. വരും ദിവസങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു.